ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ദ ബോട്ട് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇത് നമ്മൾ ബോട്ട് ചാപ്റ്ററിൻ്റെ 2ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ബോട്ടിൻ്റെ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ, അതേപോലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അടങ്ങിയ ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് 6 ഇംഗ്ലീഷ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബോട്ട് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ദ ബോട്ട്. ആദ്യം തന്നെ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ലെറ്റ് us turn this poem into a skit of 2 scenes and perform it in the class. Scene 1 and the beginning of scene 2 are given below. Read it. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്കിറ്റായിട്ട് മാറ്റുക, സീനുകളായിട്ട് സീൻ 1 സീൻ 2 ആയിട്ട് ഇത് പെർഫോം ചെയ്യണം. സീൻ 1 അവർ തന്നിട്ടുണ്ട്, സീൻ 2ൻ്റെ ബിഗിനിങ്ങും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ സീൻ 1 വീടാണ്, അറ്റ് ഹോമാണ്. ക്യാരക്ടേഴ്സ് അമ്മ, പ്രഗ്നൻ്റ് ആയ ഡോട്ടർ, സണ്ണ്. ഇൻസൈഡ് എ സ്മോൾ ഹൗസ് ഫ്ലഡ് വാട്ടേഴ്സ് ഹാവ് എൻറ്റേർഡ് ദ ഹൗസ്. അപ്പോൾ ഒരു ചെറിയ വീടിനകമാണ്. ആ വീട്ടിനകത്ത് എന്താണ്? മഴവെള്ളം അല്ലേ, ആ ഫ്ലഡ്, വെള്ളപ്പൊക്കമാണ്. ആ വെള്ളം ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ ഫാമിലി വല്ലാതെ വറീഡാണ്. എന്ത് ചെയ്യുമെന്ന് പരസ്പരം സംസാരിക്കുന്നു. മദർ കഫ് ചെയ്യുന്നുണ്ട്, ചുമയ്ക്കുന്നുണ്ട്. അവർ ടയേർഡാണ്. അവർ പറയുന്നു വാട്ടർ ഇസ് സ്റ്റിൽ റേസിങ്, വി ഹാവ് ടു ലീവ്. വെള്ളം പൊങ്ങി വരികയാണ്, നമുക്ക് ഇവിടുന്ന് മാറണം. അപ്പോൾ ഡോട്ടർ അവരുടെ വയറിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവർ പറയാണ് യെസ് മോം ബട്ട് ഹൗ ക്യാൻ വി ഓൾ ഗോ, ഐ കാൺട്ട് മൂവ് ഫാസ്റ്റ്. നമ്മൾ എങ്ങനെ പോവും അമ്മേ, എനിക്ക് ഒരുപാട് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ സൺ ലുക്കിംഗ് ഔട്ട് സൈഡ്, ഇറ്റ്സ് വാട്ടർ എവരിവെയർ, ഇറ്റ്സ് നോട്ട് സേഫ് ടു സ്റ്റേ ഹിയർ, വി ഷുഡ് ലീവ് സൂൺ. എല്ലാവിടെയും വെള്ളമാണ്, നമ്മളിവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് ഉടനടി മാറണം. മദർ ഐ എം ടു വീക്ക് ടു വാക്ക്, യു ടു ഷുഡ് ഗോ, ഐ വിൽ സ്റ്റേ, പെർഹാപ്സ് ദ വാട്ടർ ലെവൽ വിൽ ഡീപ്. അപ്പോൾ അമ്മ എന്താ പറയണത്? ഞാനും വീക്കാണ്, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറയണു അല്ലേ. അപ്പോൾ ഡോക്ടർ പറയാണ് നോ മോം, വി കാൺ ലീവ് യു ഹിയർ, വി ഷാൾ ഓൾ ഗോ ടുഗെദർ. നിങ്ങളെവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകില്ല, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയും. അപ്പോൾ സൺ പറയാണ് യെസ് നൺ ഓഫ് us ഷുഡ് സ്റ്റേ ബാക്ക്, വി വിൽ ലീവ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പോവാം, ആരും ഇവിടെ നിൽക്കണ്ട. മദർ പറയും ബട്ട് വാട്ട് ഇഫ് ഐ സ്ലോ യു ഡൗൺ. അപ്പോൾ സൺ പറയും വി വിൽ ഹെൽപ്പ് യു. ഞാൻ വളരെ പതുക്കെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കുകയാണ്. അപ്പോൾ സൺ പറയും വി വിൽ ഹെൽപ്പ് യു മോം, വി ആർ സ്ട്രോങ്ങർ ടുഗെദർ. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈസി ആയിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ ഡോട്ടർ യെസ് വി വിൽ സ്റ്റേ ടുഗെദർ ആൻഡ് ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, എന്നിട്ട് പരസ്പരം ശ്രദ്ധിക്കാം. മദർ എല്ലാവരും കൈ പിടിക്കുകയാണ്. ഓൾ റൈറ്റ് വി വിൽ ഓൾ ലീവ് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് മാറാം. സൺ ലെറ്റ്സ് ഗെറ്റ് റെഡി ആൻഡ് ഗോ. നമുക്ക് പെട്ടെന്ന് റെഡിയായി പോവാം. ഡോട്ടർ സ്മൈൽ ചെയ്തിട്ട് യെസ് വി ക്യാൻ എന്ന് പറയും. ഇത് സീൻ 1 ആണ് കേട്ടോ. ഇനി സീൻ 2, ഹിയർ ഇസ് ദ ബിഗിനിങ് ഓഫ് ദ സീൻ 2, സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ സീൻ 2 നിയർ ദ റെസ്ക്യൂ ബോട്ടാണ്. റെസ്ക്യൂ ബോട്ട് വന്നു രക്ഷാപ്രവർത്തനത്തിന്. അപ്പോൾ അമ്മ പറയുന്നു ലിസൺ മൈ ചിൽഡ്രൻ, ഐ എം ഓൾഡ് ആൻഡ് വീക്ക് ആൻഡ് ഐ ഹാവ് ഹാഡ് എ ലോങ് ലൈഫ്, യു ടു നീഡ് ടു ബി സേഫ്, വൺ ഓഫ് യു ഷുഡ് ടേക്ക് ദ ബോട്ട്. അപ്പോൾ ലിസൺ മൈ ചിൽഡ്രൻ, കുട്ടികളെ ശ്രദ്ധിക്കൂ, എനിക്ക് വയസ്സായി, ഞാൻ വീക്കുമാണ്, ഞാൻ ഒരുപാട് കാലം ജീവിച്ചു കഴിഞ്ഞു, നിങ്ങൾ രണ്ടാളും സേഫായിട്ട് പോകൂ, ആരെങ്കിലും ഒരാൾ ബോട്ട് ടേക്ക് ചെയ്ത് പോകുമെന്ന് അമ്മ പറയും. ബാക്കി നമുക്ക് എഴുതണം. അപ്പോൾ സൺ പറയും വാട്ട് ആർ യു ടോക്കിംഗ് മദർ, നോ വേ, യു ആർ ദ വൺ ഹു ഗേവ് us ലൈഫ്, വി ആർ യങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ യു, വി വിൽ ട്രൈ ടു സർവൈവ് സംഹൗ, സോ യു ആർ ദ വൺ ഹു ഷുഡ് ടേക്ക് ദ ബോട്ട്. അപ്പോൾ മകൻ പറയും എന്താ അമ്മേ പറയുന്നത്, നിങ്ങളാണ് ഞങ്ങൾക്ക് ജന്മം നൽകിയതിൽ ജീവൻ നൽകിയത്, ഞങ്ങൾ നിങ്ങളെക്കാൾ സ്ട്രോങ്ങർ ആണ്, എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടും. പക്ഷേ അതുപോലെ അല്ല അമ്മ എന്ത് ചെയ്യണം, ബോട്ടിൽ കയറി പോകൂ എന്ന് പറയും. അപ്പോൾ ഡോക്ടറും അതിനെ പറയും യെസ് മദർ യു ഷുഡ് ടേക്ക് ദ ബോട്ട്, അമ്മ തന്നെയാണ് ബോട്ടിൽ കയറി പോകേണ്ടതെന്ന് പറയും. അപ്പോൾ മദർ പറയും വാട്ട് ആർ യു സേയിങ്, യു ആർ ദ വൺ ഹു ഷുഡ് ടേക്ക് ദ ബോട്ട്, യു ഹാവ് എ ബേബി ഇൻ യുവർ വോം. അപ്പോൾ നീ എന്താ പറയണത്, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, നീ മരിച്ചാൽ കുഞ്ഞും മരിക്കും, അപ്പോൾ നീ ബോട്ടിൽ കയറി നീ രക്ഷപ്പെടൂ പറയും. അപ്പോൾ ഡോക്ടർ പറയും ഐ ഡോണ്ട് മൈൻഡ് ഡൈയിങ്, ലെറ്റ് മീ ഡൈ മോം, യു ഗോ. ഞാൻ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല അമ്മേ, മരിക്കട്ടെ, അമ്മ പോകൂ എന്ന് പറയും. മദർ പറയും ഡോട്ടർ ലെറ്റ് മീ ഓൾസോ ഡൈ വിത്ത് യു, ഞാനും നിങ്ങളുടെ കൂടെ മരിക്കാം. സൺ യു ആർ സ്റ്റിൽ യങ് ആൻഡ് യു ഹാവ് എ ഫ്യൂച്ചർ ബിഫോർ യു. അപ്പോൾ അമ്മ മകനോട് പറയും നീ ചെറുപ്പമാണ്, നിന്റെ മുന്നിൽ ഒരു ഭാവി, ഒരു ഫ്യൂച്ചർ ഉണ്ട്, രക്ഷപ്പെടൂ എന്ന് പറയുകയാണ് കേട്ടോ.
അപ്പോൾ സൺ പറയും ഐ വിൽ നെവർ ലീവ് യു ടു ഡൈ ലൈക്ക് ദിസ് ആൻഡ് ഗോ എവേ. അമ്മേനെ ഇവിടെ ഇങ്ങനെ മരിക്കാൻ വിട്ടിട്ട് ഞങ്ങൾ ഒരിക്കലും പോവില്ല. ഇഫ് നൺ ഓഫ് യു ഈസ് ഗോയിങ് ഐ എം ഓൾസോ നോട്ട് ഗോയിങ്. നിങ്ങൾ രണ്ടാളും പോകുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ലിവ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഇൻ പീസ് ഇഫ് യു ബോത്ത് പെരിഷ് ഇൻ ദിസ് ഫ്ലഡ്. അപ്പോൾ എന്താ പറയണത്, നിങ്ങൾ രണ്ടാളും ഈ ഫ്ലഡിൽ അകപ്പെട്ട് നിങ്ങൾ രണ്ടാളും ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാണ് ഈ ജീവിതം, ബാക്കിയുള്ള ജീവിതം എനിക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് മകൻ പറയും. സോ ഐ വോണ്ട് ടേക്ക് ദ ബോട്ട്. അതുകൊണ്ട് ഞാൻ ബോട്ട് എടുക്കില്ല. ലെറ്റ്സ് ഡൈ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് മരിക്കാം. വി ലിവ്ഡ് ടുഗെദർ ആൻഡ് ഇഫ് വി ആർ ഡിസ്റ്റൈൻഡ് ടു ഡൈ ലെറ്റ് us ഡൈ ടുഗെദർ. നമ്മൾ ഒരുമിച്ചാണ് ജീവിച്ചതല്ലേ, ലീവ് ചെയ്തത്. നമ്മൾ ഒരുമിച്ച് തന്നെ മരിക്കാനാണ് വിധിയെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ. ലെറ്റ് us ഡൈ ടുഗെദർ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മരിക്കാം. ടു ദ ബോട്ട്സ്മാൻ. ഒരു ബോട്ട് ഓടിച്ച് വന്ന ആളോട് പറയാണ്, സിൻസ് ദർ ഇസ് നോ സ്പേസ് ഫോർ ഓൾ ഓഫ് us യു മേ ഗോ എവേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസ് ഈ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളൂ. നൺ ഓഫ് us is കമ്മിങ്. ഞങ്ങൾ ആരും വരുന്നില്ല എന്ന് പറയും. The mother, the daughter and the son stay together as the boatsman paddle away. അപ്പോൾ അമ്മയും ഈ മകളും ഈ മകനും ഒരുമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ബോട്ടിൽ ഓടിച്ചിരുന്ന ആള് ബോട്ട് പാഡിൽ ചെയ്ത് ദൂരോട്ട് പോയി. ഇതാണ് നിങ്ങൾക്ക് ഉള്ള സീനസ്കിറ്റിന്റെ അടുത്ത ആക്ടിവിറ്റി വരുന്നത്. ലുക്ക് അറ്റ് ദ ലൈൻസ് ടേക്കൺ ഫ്രം ദ പോയം. ട്രാജഡി മേക്സ് ഹ്യൂമൻ ബീങ് സെൽഫ്ലെസ് ആൻഡ് ഡെത്ത് ഫിയർലെസ്. ലെസ് ഇൻ സെൽഫ്ലെസ് ആൻഡ് ഫിയർലെസ് മീൻസ് വിത്തൗട്ട്. റൈറ്റ് സിമിലർ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം വേർഡ്സ് ലൈക്ക്. അപ്പോൾ ഈ ലെസ്ലെസ് വരുന്ന വേർഡ്സ് നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്നവ വെച്ച് നിങ്ങൾ ഉണ്ടാക്കണം. ഹോപ്പ് ഹോപ്പ്ലെസ്, കെയർ കെയർലെസ്, എയിം എയിംലെസ്, ഹെൽപ്പ് ഹെൽപ്ലെസ്, എൻഡ് എൻഡ്ലെസ്, ഹാം ഹാംലെസ്. മേക്ക് സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ്സ് യു ഹാവ് ഫ്രെയിംഡ്. ഇനി ആ സംഭവങ്ങൾ വെച്ച് നിങ്ങൾ സെൻറ്റൻസസ് ഉണ്ടാക്കണം. ഹി ലോസ്റ്റ് ഹിസ് ജോബ് ആൻഡ് ഹി ബിക്കേം ഹോപ്പ്ലെസ്. ടോം ഈസ് എ കെയർലെസ് ബോയ്. ഹി മേക്സ് സോ മെനി മിസ്റ്റേക്സ് ഇൻ ഹിസ് റൈറ്റിംഗ്. ഹി ഈസ് വാണ്ടറിങ് ലൈക്ക് എൻ എയിംലെസ് പേഴ്സൺ. ഹിസ് പാരൻസ് ഡൈഡ് ഇൻ ആൻ ആക്സിഡൻറ്റ്. ഹി ഈസ് നൗ ഹെൽപ്ലെസ്. This story is very long. It looks an endless story. He may look cruel, but actually he is harmless. Read the sentences given below and filling the blanks with suitable words from the brackets. Helpless, careless, homeless, restless, sleepless. ഇത് fill ചെയ്താൽ മാത്രം മതി കേട്ടോ. I could not sleep the whole night yesterday. I am becoming restless. I had no money to pay at the hotel. I was helpless. Our results had not yet come. Everybody was sleepless. There are at least 5 mistakes in your answer. You are careless. You don't find many people sleeping on the footpath. There are a few homeless people in the city. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ദ ബോട്ട് എന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ബോട്ടിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതേപോലെ തന്നെ ബോട്ടിലെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അവശേഷിക്കുന്നത് നിങ്ങളുടെ ലാസ്റ്റ് യൂണിറ്റിലെ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസിക്സ് ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആവുന്നതായിരിക്കും. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്നും വാച്ച് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റിലൂടെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.